നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പിന് കൊല്ലം ജില്ലയിൽ ഒരുക്കം പൂർത്തിയായി. ജില്ലയിൽ 20,84,011 വോട്ടർമാർ, 2,256 പോളിംഗ് സ്റ്റേഷനുകൾ. സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക 40 ലക്ഷം. കൊയിലാണ്ടിയിൽ വാഹനാപകടത്തിൽ MBBS വിദ്യാർത്ഥികളായ 3 പേർ മരിച്ചു. കരുനാഗപ്പള്ളി, കായംകുളം, പാലക്കാട് സ്വദേശികളാണ് മരിച്ചത്. സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിലിടിച്ചായിരുന്നു അപകടം. അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ഭീഷണി. ഇവരെ കൊല്ലം ജില്ലാ ജയിലിൽ നിന്നും മാറ്റി. ജയിലിനകത്തും പുറത്തും ഭീഷണിയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകരുടെ കാർ മറിഞ്ഞു. നിലയ്ക്കലിന് സമീപമായിരുന്നു അപകടം. പുനലൂർ ഇടമൺ സ്വദേശികൾക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പിന് കൊല്ലം ജില്ലയിൽ ഒരുക്കം പൂർത്തിയായതായി ജില്ലാ കളക്ടർ N. ദേവിദാസ്. 20,84,011 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. 2,256 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക 40 ലക്ഷമാണെന്നും കളക്ടർ അറിയിച്ചു. കൊല്ലം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം പൂർത്തിയായതായി ജില്ലാ കളക്ടർ N. ദേവിദാസ് അറിയിച്ചു. ജില്ലയിലാകെ 2,256 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. നഗരപ്രദേശങ്ങളിൽ 1,816 എണ്ണവും ഗ്രാമപ്രദേശങ്ങളിൽ 440 എണ്ണവുമുണ്ട്. ജില്ലയിൽ 180 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഇതിൽ 40 എണ്ണം ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കും. 55 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും 11 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും ഒരുക്കും. ഇതോടൊപ്പം കൊല്ലം നിയോജകമണ്ഡലത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രത്യേക പോളിംഗ് സ്റ്റേഷനും സജ്ജമാക്കും. എല്ലാ ബൂത്തുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 11 നിയോജകമണ്ഡലങ്ങളിലായി 20,84,011 വോട്ടർമാരാണുള്ളത്. ഇതിൽ 9,96,263 പേർ പുരുഷന്മാരും 10,87,727 പേർ സ്ത്രീകളും 21 പേർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. 18,904 ഭിന്നശേഷിക്കാരും 26,451 യുവ വോട്ടർമാരും 16,024 മുതിർന്ന പൗരന്മാരും വോട്ടർമാരായുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി 2,707 പ്രിസൈഡിംഗ് ഓഫീസർമാരെയും 8,121 പോളിംഗ് ഓഫീസർമാരെയും 180 മൈക്രോ നിരീക്ഷകരെയും ഉൾപ്പെടെ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കും. ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മുടെ അനൗൺസ്മെൻറ്റ് വന്നത് 15/3/2026 16 മുതൽ 23 വരെയുള്ള തീയതികളിൽ നോമിനേഷൻ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം വന്നിട്ടുണ്ട്. 24-നാണ് സൂക്ഷ്മ പരിശോധന. 26-ന് ഇതിൻ്റെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. 9/4/2026 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, പോളിംഗ് നടക്കുന്നത്. കൗണ്ടിങ്, വോട്ടെണ്ണൽ നടക്കുന്നത് 4/5/2026. ഇതാണ് ഷെഡ്യൂൾ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള മുഴുവൻ ഭരണാധികാരികളും അവരുടെ മണ്ഡലങ്ങളിലെ നോട്ടിഫിക്കേഷൻ നടത്തി കഴിഞ്ഞു. 16-ന് പബ്ലിക് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ച് നോമിനേഷൻ പ്രക്രിയ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ ഇലക്ഷൻ്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വോട്ട് നമ്മുടെ അഭിമാനം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന സന്ദേശം. ആ സന്ദേശത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏറ്റവും കൂടുതൽ വോട്ടർ പങ്കാളിത്തം തെരഞ്ഞെടുപ്പിൽ, വോട്ടെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശാരീരിക അസൗകര്യമോ പ്രായാധിക്യമോ മൂലം പോളിംഗ് സ്റ്റേഷനിലെത്താൻ ബുദ്ധിമുട്ടുള്ള വോട്ടർമാർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി ഫോം 12D പൂരിപ്പിച്ച് ബന്ധപ്പെട്ട ഭരണാധികാരിക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമർപ്പിക്കണം. ഇതിനായി ഓരോ ബൂത്തിലുമുള്ള VLOമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്ന സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന പരമാവധി തുക 40 ലക്ഷം രൂപയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ
ഔദ്യോഗിക പരസ്യങ്ങൾ, ബോർഡുകൾ, ബാനറുകൾ എന്നിവയിൽ പുനഃചക്രമണം ചെയ്യാനാകാത്ത സാമഗ്രികൾ പൂർണ്ണമായി നിരോധിച്ചു. പകരം 100% കോട്ടൺ, PCB സർട്ടിഫൈ ചെയ്ത പോളി എത്തിലിൻ പോലുള്ള പരിസ്ഥിതി സൗഹൃദവും പുനഃചംക്രമണം ചെയ്യാവുന്നതുമായ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും കളക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂരിലെ LDF സ്ഥാനാർത്ഥി C. അജയപ്രസാദിന് കെട്ടിവെക്കാനുള്ള തുക ഇടമൺ ഹെഡ്ലോഡ് തൊഴിലാളി യൂണിയൻ AITUC നൽകി. യൂണിയൻ സെക്രട്ടറി L. ഗോപിനാഥപിള്ള തുക സ്ഥാനാർത്ഥിക്ക് കൈമാറി. തൊഴിലാളികൾ ആവേശപൂർവ്വമാണ് വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയ ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായ സ്ഥാനാർത്ഥി അജയപ്രസാദിനെ സ്വീകരിച്ചത്. പുനലൂരിലെ LDF സ്ഥാനാർത്ഥി C. അജയപ്രസാദ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹെഡ്ലോഡ് തൊഴിലാളി യൂണിയൻ സുഹൃത്തുക്കളെ സന്ദർശിച്ചു. പുനലൂർ TB ജംഗ്ഷൻ, ഇടമൺ എന്നിവിടങ്ങളിലെ തൊഴിലാളികളെയാണ് സ്ഥാനാർത്ഥി സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചത്. അജയപ്രസാദ് സിന്ദാബാദ്, അജയപ്രസാദ് സിന്ദാബാദ്, അജയപ്രസാദ് സിന്ദാബാദ്, അജയപ്രസാദ് സിന്ദാബാദ്. ആയിരം അഭിവാദ്യങ്ങൾ. ഹെഡ്ലോഡ് യൂണിയൻ പുനലൂർ മണ്ഡലം സെക്രട്ടറി കൂടിയാണ് അജയപ്രസാദ്. ഏറെ ആവേശത്തോടെയാണ് തൊഴിലാളികൾ അജയപ്രസാദിനെ സ്വീകരിച്ചത്. മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ രക്തഹാരം അണിയിച്ചു. തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക ഇടമൺ ഹെഡ്ലോഡ് തൊഴിലാളി യൂണിയൻ AITUC സെക്രട്ടറി L. ഗോപിനാഥപിള്ള സ്ഥാനാർത്ഥിക്ക് കൈമാറി. തൊഴിലാളികളെ എക്കാലവും ചേർത്ത് പിടിച്ചിട്ടുള്ള ഇടതുമുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തണമെന്നും C. അജയപ്രസാദ് പറഞ്ഞു. ഇടമൺ ലോഡിംഗ് തൊഴിലാളി യൂണിയൻ CITU സെക്രട്ടറി M. സലീം, ലോഡിംഗ് യൂണിറ്റ് AITUC പ്രസിഡന്റ് രഞ്ജിത്ത് പുലരിമല, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം രാധാകൃഷ്ണൻ, സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുദർശനൻ, നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു ചെറിയാൻ, പഞ്ചായത്ത് അംഗവും ഇടമൺ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായ ഷിബു വർഗീസ്, ലോഡിംഗ് യൂണിയൻ കൺവീനർ ശാന്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുണ്ടറ നെടുമ്പായിക്കുളത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. 6 വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുണ്ടറ നെടുമ്പായിക്കുളത്ത് ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. കുണ്ടറ ഭാഗത്തു നിന്നും വന്ന പിക്കപ്പ് വാൻ വലതുഭാഗത്തേക്ക് തിരിക്കവേ കൊട്ടാരക്കര ഭാഗത്തു നിന്നും വന്ന മഹീന്ദ്ര വാഹനം നിയന്ത്രണം വിട്ട ഇടതുവശത്ത് പാർക്ക് ചെയ്തിരുന്ന മാരുതി കാറും കിയ കാറും യമഹ സ്കൂട്ടറും ഇടിച്ചതിന് ശേഷം മറ്റൊരു പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 4 വാഹനങ്ങൾ പൂർണ്ണമായും 2 വാഹനങ്ങൾ ഭാഗികമായും തകർന്നു. നെടുമ്പായിക്കുളത്തിലും ഓൾഡ് ഫയർ സ്റ്റേഷനും മധ്യയായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കായംകുളം കരുനാഗപ്പള്ളി സ്വദേശികൾ ഉൾപ്പെടെ 3 പേർ വാഹനാപകടത്തിൽ മരിച്ചു. കൊയിലാണ്ടിയിലായിരുന്നു അപകടം. മലബാർ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളാണ് മരിച്ചത്. കൊയിലാണ്ടി കുറുവങ്ങാടുണ്ടായ വാഹനാപകടത്തിലാണ് 3 MBBS വിദ്യാർത്ഥികൾ മരിച്ചത്. കരുനാഗപ്പള്ളി സ്വദേശി നന്ദകിഷോർ, കായംകുളം സ്വദേശി അഭിയാൻ, പാലക്കാട് സ്വദേശി അഭിനവ് എന്നിവരാണ് മരിച്ചത്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടർ പോസ്റ്റിലിടിച്ചായിരുന്നു അപകടം. ബുധനാഴ്ച പുലർച്ചെ 2:30-നായിരുന്നു സംഭവം. അപകടത്തിൽ മരിച്ചവരെല്ലാം മലബാർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളാണ്. ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ട് സമീപത്തെ പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. പിന്നാലെ കാനയിലേക്ക് മറിഞ്ഞു. അതുവഴി വന്ന മറ്റു വാഹനയാത്രക്കാർ ഇവരെ സമീപത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. സുഹൃത്തുക്കളുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകരുടെ കാർ മറിഞ്ഞു. പുനലൂർ ഇടമൺ സ്വദേശികൾക്ക് പരിക്കേറ്റു. നിലയ്ക്കലിന് സമീപമായിരുന്നു അപകടം. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ മറിഞ്ഞാണ് അപകടമുണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചയോടെ നിലയ്ക്കലിന് സമീപമായിരുന്നു അപകടം. പുനലൂർ ഇടമൺ സത്രമുക്ക് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. 2 കുട്ടികൾ ഉൾപ്പെടെ 6 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. മോഹനൻ, മോനിഷ്, രമേഷ് കുമാർ, ഷൈജു പോറ്റി, അക്ഷര രമേഷ്, ആമി എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ രമേഷ് കുമാറിന്റെ ഇടത് കൈയിലെ എല്ലുകൾക്ക് പൊട്ടലുണ്ട്. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. അപകടം നടന്ന ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റവരെ നിലയ്ക്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അലുവാതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ഭീഷണി. ഇതേ തുടർന്ന് ഇവരെ കൊല്ലം ജില്ലാ ജയിലിൽ നിന്നും മാറ്റി. കേസിലെ 10 പ്രതികളെയും ജില്ലാ ജയിലിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. പ്രതികൾക്ക് ജയിലിനകത്തും പുറത്തും ഭീഷണിയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി.
കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 10 പ്രതികളെയും കൊല്ലം ജില്ലാ ജയിലിൽ നിന്നും മാറ്റി. പ്രതികൾക്ക് ഭീഷണിയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. പ്രതികൾക്ക് ജയിലിനകത്തും പുറത്തും ഭീഷണിയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. അലുവ അതുലിന്റെ നേതൃത്വത്തിലുള്ള വൈനകം ഗുണ്ടാ സംഘം റിമാൻഡിൽ കഴിയുന്നത് കൊല്ലം ജില്ലാ ജയിലിലാണ്. അതുലിനെ കൊലപ്പെടുത്തിയ കടത്തൂർ സംഘത്തിന് വൈനകം സംഘത്തിന്റെ ഭീഷണിയുണ്ടെന്ന് ഇന്റലിജൻസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. ഏറ്റുമുട്ടൽ സാധ്യത കണക്കിലെടുത്താണ് കടത്തൂർ ഗുണ്ടാ സംഘത്തെ തിരുവനന്തപുരത്തെ ജയിലുകളിലേക്ക് മാറ്റിയത്. ജിം സന്തോഷ് വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയാണ് ജില്ലാ ജയിലിൽ കഴിയുന്നത്. തോട്ട രാജപ്പൻ എന്ന രാജീവടക്കം വൈനകം സംഘത്തിലെ 6 പേർ ജയിലിലുണ്ട്. വൻ സുരക്ഷയിലാണ് അലുവ അതുൽ കൊലപാതക കേസിലെ പ്രതികളെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആലപ്പുഴ ജില്ലാ കളക്ടറായി കെ ഇമ്പശേഖർ ചുമതലയേറ്റു. കേരള കേഡറിലെ 2015 ഉദ്യോഗസ്ഥനാണ്. തമിഴ്നാട്ടിലെ നീലഗിരി സ്വദേശിയാണ് ഇമ്പശേഖർ. ആലപ്പുഴ ജില്ലയുടെ 59ാമത് കളക്ടറായി കെ ഇമ്പശേഖർ ചുമതലയേറ്റു. ചൊവ്വാഴ്ച രാത്രിയാണ് ചുമതലയേറ്റത്. കേരള കേഡറിലെ 2015 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം വിടുതൽ ചെയ്ത മുൻ കളക്ടർ അലക്സ് വർഗീസിൽ നിന്നാണ് ഔദ്യോഗിക ചുമതല സ്വീകരിച്ചത്. കാസർഗോഡ് ജില്ലാ കളക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഇമ്പശേഖർ തമിഴ്നാട് നീലഗിരി സ്വദേശിയാണ്. 2015 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസായി. 2016 കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായി നിയമിതനായി. ഫോർട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും സബ് കളക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം എസ് ജയമോഹൻ രാജിവെച്ചു. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് രാജി. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും ബോർഡ് ഓഫ് ഡയറക്ടർ സ്ഥാനവും എസ് ജയമോഹൻ രാജിവെച്ചു. കൊല്ലം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് രാജിവെക്കണമെന്ന് ചട്ടങ്ങളിൽ പറയുന്നില്ലെങ്കിലും രാഷ്ട്രീയ മത്സരത്തിനിറങ്ങുമ്പോൾ അധികാര സ്ഥാനത്ത് ഇരുന്നാലുണ്ടാകാവുന്ന അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് രാജിവെച്ചതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പം ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. ഇന്ന് ബോർഡ് കൂടി നമ്മൾ രാജിവെക്കണം എന്നൊരിടത്തും പറയുന്നില്ല. അതുകൂടെ എങ്ങനെ ശ്രദ്ധപ്പെടുക. ശരി, ഇപ്പം MP മാർ നിയമസഭയിൽ മത്സരിക്കുന്നു, MLA മാരായിട്ടുള്ള ആളുകൾ പാർലമെന്റിൽ മത്സരിക്കുന്നുണ്ട്, ചെയർമാന്മാർ പലരും മത്സരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് തന്നെ പത്രക്കാരെ കണ്ടത്, ബോർഡ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സർക്കാർ ഏൽപ്പിച്ച ഒരു അധികാര സ്ഥാനത്തിരിക്കുകയാണ്. ആ അധികാര സ്ഥാനം നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ട് മാറുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് ഉപയോഗിച്ചോ എന്നൊരു വിമർശനം ഉയർന്നു വരരുത് എന്നതുകൊണ്ട് പ്രവർത്തനത്തിലേക്ക് മെനഞ്ഞാന്നാണ് അനുമതിയെല്ലാം കിട്ടിയത്. ഇന്ന് രാവിലെ അത്യാവശ്യം നമ്മളെ വേണ്ട ആളുകളെ കണ്ടു തുടങ്ങി. ഇത് രാജിവെച്ച് കഴിഞ്ഞതിന് ശേഷമേ യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ വാഹനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചോടെ തന്നെ വാഹനം ഇവിടെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ കൂടി ഒരു ഉത്തരവാദിത്വം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ പ്രഖ്യാപനങ്ങളോ ആ സംവിധാനം ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കരുതെന്നേ പറയുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു വിമർശനം വേണ്ട എന്നതുകൊണ്ടാണ് ബോർഡ് വയ്ക്കണമെന്നും രാജിവെച്ചിട്ട് തന്നെ നിൽക്കാം എന്നുള്ള നിലയിൽ തീരുമാനിക്കുക. ഞാൻ ഗവൺമെൻറ്റിലേക്ക് അറിയിക്കുകയും എന്നെ നിശ്ചയിച്ച പാർട്ടിയുടെ അംഗീകാരം രാജിവെക്കാൻ വേണ്ടി വാങ്ങുകയും ചെയ്തു. തുടർച്ചയായി 10 വർഷത്തോളം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്നു. കോർപ്പറേഷൻ MD സുനിൽ ജോൺ അദ്ദേഹത്തിന് ഉപഹാരവും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനാപുരത്ത് പ്രചാരണം സജീവമാക്കി മുന്നണികൾ. LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി റോഡ് ഷോ നടത്തി. UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല വിവിധ കേന്ദ്രങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു. മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പത്തനാപുരത്ത് LDF UDF സ്ഥാനാർത്ഥികൾ പ്രചാരണം കൂടുതൽ സജീവമാക്കി. പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ റോഡ് ഷോ സംഘടിപ്പിച്ചു. വെട്ടിക്കവല ജംഗ്ഷനിൽ നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത്. ചെങ്ങമ്മനാട്, കുന്നിക്കോട്, നെടുവന്നൂർ, പത്തനാപുരം, കടക്കാമൺ വഴി അലിമുക്കിൽ റോഡ് ഷോ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. പത്തനാപുരം പഞ്ചായത്തിലും പത്തനാപുരം പഞ്ചായത്ത് വെട്ടിക്കവല, മേലില, വിളക്കുടി, പട്ടാഴി, വിളക്കുടി പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തിലും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിളക്കുടി പഞ്ചായത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്തത് അതിന്റെ കോൺട്രാക്ടർ കുഴപ്പം കൊണ്ടാണ്, മറ്റു കുഴപ്പങ്ങൾ കൊണ്ടല്ല. എല്ലാ പഞ്ചായത്തിലും മാങ്കോട് കുടിവെള്ള പദ്ധതി എടുത്തതും അതേ കോൺട്രാക്ടറാണ്. അതുകൊണ്ടാണ് ആശങ്ക ഉണ്ടാവുന്നത്. അവിടെ
അവിടെയും എത്താവുന്നിടത്തെല്ലാം കുടിവെള്ളം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ ഭാഗങ്ങളെല്ലാം റോഡുകൾ അനുവദിച്ചു. പത്തനാപുരം ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ റോഡ് കുണ്ടയം ഭാഗത്തും അതുപോലെ നമ്മുടെ മൃഗാശുപത്രിയുടെ ഭാഗത്തും എല്ലാം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ മെമ്പർമാർക്കും രാഷ്ട്രീയം നോക്കാതെ അംഗൻവാടികളും ഐമാസ് സൈറ്റുകളും അവർക്ക് സ്കൂളുകളും മറ്റ് ആവശ്യമായ സബ് സെന്ററുകളും എല്ലാം നൽകിയത് ഗണേഷ് കുമാർ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. 25 വർഷത്തിനിടയിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചേ ഉള്ളൂ. ഒരാൾക്ക് ഈ മാർക്കറ്റിൽ നിന്ന് അഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയാം, ഒരാളെയെങ്കിലും ഞാൻ ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ പോലും ഒരു സഹോദരനെ പോലെ കൂടെ നിന്ന് നിങ്ങളിൽ ഒരുവനായി നിന്ന് പോരാടിയതല്ലാതെ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഒരു പെറ്റി കേസ് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം പ്രമുഖ വ്യക്തികളെ കെ.വി. ഗണേഷ് കുമാർ സന്ദർശിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല വിവിധ പ്രദേശങ്ങളിൽ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥന നടത്തി. വെട്ടിക്കവല, സദാനന്ദപുരം, പനവേലി, തലച്ചിറ, കോക്കാട് ഭാഗങ്ങളിലാണ് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചത്. ഇതിൽ പലരുടെയും വീടുകളിൽ ഞാൻ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിൽ വന്നിട്ടുണ്ടാകാം, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ വന്നിട്ടുണ്ടാകാം, നിങ്ങൾ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാകാം. എന്നെ ക്ഷണിച്ചിട്ടുള്ള എല്ലാ വീട്ടിലേക്ക് സന്തോഷകരമായ എന്ത് അവസരമുണ്ടായാലും എന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കടന്നു വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരു മരണമുണ്ടായാൽ, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ അറിയിച്ചാൽ നിർബന്ധമായി ഞാൻ കടന്നു വന്നിട്ടുണ്ട്. കാരണം പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ UDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ടും എല്ലാ മുന്നണികളിലും മത്സരിക്കുമ്പോൾ അവരവരുടെ പ്രകടന പത്രിക വെച്ചുകൊണ്ടാണ് മത്സരിക്കാറുള്ളത്. അപ്പോൾ UDFൻ്റെ പ്രകടന പത്രികയിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTCയിൽ സർക്കാർ ബസ്സിൽ സൗജന്യമായ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ UDFൻ്റെ പ്രകടന പത്രികയിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് പ്രതിമാസം ജോലി ലഭിക്കുന്നതുവരെ 1000 രൂപ നിരക്കിൽ അവരുടെ പഠനത്തിന് സാമ്പത്തികമായി സഹായിക്കുമെന്ന് നമ്മുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അങ്ങനെ നിരവധിയായ ജനക്ഷേമ പദ്ധതികൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് UDFൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഈ പ്രാവശ്യം മത്സരിക്കുന്നത്. കശുവണ്ടി തൊഴിലാളികളോടും ഓട്ടോറിക്ഷ തൊഴിലാളികളോടും ഉൾപ്പെടെ ജ്യോതികുമാർ ചാമക്കാല വോട്ടഭ്യർത്ഥിച്ചെത്തി. വരും ദിവസങ്ങളിൽ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചാരണങ്ങളുമായി UDF സ്ഥാനാർത്ഥി രംഗത്തെത്തും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വയോധികയോട് ലൈംഗിക അതിക്രമത്തിന് മുതിർന്നയാൾ അറസ്റ്റിൽ. മയ്യനാട് സ്വദേശി രാജുവാണ് അറസ്റ്റിലായത്. വയോധികയുടെ നിലവിളി കേട്ട് മരുമകൾ ഓടിയെത്തിയതോടെ രാജു രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് വീട്ടിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. 64-കാരിയോട് ലൈംഗിക അതിക്രമത്തിന് മുതിർന്ന മയ്യനാട് വലിയവിള നഗർ 111 രാജേഷ് ഭവനിൽ പാറ രാജു എന്ന് വിളിക്കുന്ന രാജു ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം. വയോധിക വീടിനുള്ളിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ ഇയാൾ ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവരുടെ നിലവിളി കേട്ട് മരുമകൾ ഓടിയെത്തി. ഈ സമയം രാജു അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഉടൻ തന്നെ ഇരവിപുരം പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് രാജുവിനെ അയാളുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. പരിക്കേറ്റ വയോധിക കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. അറസ്റ്റ് ചെയ്ത രാജുവിനെ റിമാൻഡ് ചെയ്തു. ഇരവിപുരം SHO ജെ പ്രദീപിന്റെ നേതൃത്വത്തിൽ SIമാരായ അമൽ പ്രസാദ്, ബാബുക്കുട്ടൻ, CPOമാരായ അനീഷ്, രാജീവ്, വൈശാഖൻ, വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ CPMൽ നിന്നും പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുമെന്ന് RSP. മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാൻ UDF തീരുമാനിച്ച സാഹചര്യത്തിലാണ് RSP നയം വ്യക്തമാക്കിയത്. ഇത്തവണ 5 സീറ്റുകളിൽ മത്സരിക്കുമെന്നറിയിച്ച RSP നേരത്തെ പയ്യന്നൂർ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രക്തസാക്ഷി ഫണ്ട് വിവാദം ഉന്നയിച്ചതോടെ CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ UDF പിന്തുണ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടാണ് കോൺഗ്രസ് ലീഡർഷിപ്പ് ഞങ്ങളെ വിളിച്ച് RSPയുടെ 5ാമത്തെ സീറ്റിനെ കുറിച്ച് ധരിപ്പിച്ചത്. പയ്യന്നൂരാണ് RSPക്ക് 5ാമത്തെ സീറ്റായി ലഭിച്ചത്. ഞങ്ങൾ അതിന് മുമ്പ് കൂടിയ സെക്രട്ടേറിയറ്റ് കാഞ്ഞങ്ങാടേക്കും സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിരുന്നു. പയ്യന്നൂരേക്കും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഹരീഷ് നമ്പ്യാരെ സ്ഥാനാർത്ഥി ആക്കുന്നതിനെ കുറിച്ചായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ഇന്നലെ ഉണ്ടായ സംഭവവികാസം സഖാവ് കുഞ്ഞികൃഷ്ണൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെന്ന പ്രഖ്യാപനമാണ്. അദ്ദേഹം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീവ്ര വലതുപക്ഷ വ്യതിയാനം, അപജയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതാണ് RSP പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അഭികാമ്യം എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായി ചർച്ച ചെയ്തു. അതിനുശേഷം കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് ഇക്കാര്യം ആശയവിനിമയം നടത്തി. ഇവരുടെ എല്ലാം അനുമതിയോടുകൂടി തന്നെയാണ്
സഖാവ് കുഞ്ഞുകൃഷ്ണൻ സ്വതന്ത്രനായി മത്സരിക്കുന്ന കുഞ്ഞുകൃഷ്ണനെ RSPക്ക് അലോട്ട് ചെയ്ത സീറ്റിൽ പിന്തുണയ്ക്കാൻ RSP തീരുമാനിച്ചത്. ഞങ്ങൾ നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ട് സഖാവ് കുഞ്ഞുകൃഷ്ണനെ പിന്തുണയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് UDF ഘടകകക്ഷിയായ RSP കുഞ്ഞികൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കൊല്ലത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പിന് കൊല്ലം ജില്ലയിൽ ഒരുക്കം പൂർത്തിയായി. ജില്ലയിൽ 20,84,011 വോട്ടർമാർ, 2,256 പോളിംഗ് സ്റ്റേഷനുകൾ. സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക 40 ലക്ഷം. കൊയിലാണ്ടിയിൽ വാഹനാപകടത്തിൽ MBBS വിദ്യാർത്ഥികളായ 3 പേർ മരിച്ചു. കരുനാഗപ്പള്ളി, കായംകുളം, പാലക്കാട് സ്വദേശികളാണ് മരിച്ചത്. സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിലിടിച്ചായിരുന്നു അപകടം. അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ഭീഷണി. ഇവരെ കൊല്ലം ജില്ലാ ജയിലിൽ നിന്നും മാറ്റി. ജയിലിനകത്തും പുറത്തും ഭീഷണിയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകരുടെ കാർ മറിഞ്ഞു. നിലയ്ക്കലിന് സമീപമായിരുന്നു അപകടം. പുനലൂർ ഇടമൺ സ്വദേശികൾക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.